എടാ ആഷിക്ക് നിന്റെ ടാക്സി കയറിയായിരുന്നു. ആന്ന് ഞാൻ ആക്ച്വലി അങ്ങോട്ട് വിളിക്കാനൊക്കെയായിരുന്നു. അവനും വൈഫും കൊച്ചും കൂടെ. ആ കൊച്ചിയൊക്കെ ശരിക്കും അവനെ പോലെ തന്നെ ഉണ്ട്. എടാ ആക്ച്വലി അവൻ കുറച്ച് ഫീലായിട്ടാണ് വിളിച്ചത്. ഫീലോ? എന്താ ട്രിപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ട്രിപ്പിൻ്റെ ഒന്നുമല്ല, നീ മാത്രമേ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ സെറ്റിലാവാതേ ഉള്ളൂ. അവൻ ഗൾഫിലല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു അവനെങ്ങനെ പറഞ്ഞാൽ അവൻ്റെ വലിയ മനസ്സ്. പക്ഷേ ഇതിൽ എൻ്റെ മറുപടി എന്താണെന്ന് നിനക്കറിയാലോ. നിനക്ക് ഈ സിനിമയെ നിർത്തിക്കൂടെ? ഇതിപ്പോൾ എത്ര വർഷമായി, ഞങ്ങളെല്ലാം സെറ്റിലായി അറിയാലോ. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, എൻ്റെ മുടി വരെ നരച്ചു തുടങ്ങി. എടാ മതിയടാ. എടാ നമ്മൾ പരിചയപ്പെടുന്നത് 5ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് 2ാം ക്ലാസ് വെച്ചാൽ. അന്ന് ഒരു പത്രത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നടീനടന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യണത്. 28 വർഷമായി. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള വഴികളെന്ന് കരുതിയിട്ട് ഞാൻ RJ ആയിരുന്നു, VJ ആയിരുന്നു, നാടകങ്ങൾ, ഷോർട്ട് ഫിലിംസ്, റിയാലിറ്റി ഷോസ്. പക്ഷേ സിനിമ മാത്രം സംഭവിച്ചില്ല. അടുത്തവരെയൊക്കെ എത്തിയിട്ടുണ്ട്, മാത്രം സംഭവിച്ചില്ല. പിന്നെ എന്നെ ബെറ്റർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാർഷൽ ആർട്സ്, ഡാൻസ്, ജിമ്മ്, ആക്ടിങ്ങിൻ്റെ കോഴ്സ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇങ്ങനെ എന്നെ നന്നാക്കിക്കൊണ്ടേയിരിക്കും, എന്നിലെ ആക്ടറൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അന്നത്തെ ഇരുന്നൊക്കെ ഒത്തിരി ഇങ്ങോട്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് വന്നടാ. ചിലപ്പോൾ ഇനി കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ജീവിതം ഒരേപോലെ ആവണമെന്നില്ലല്ലോ. ചിലർക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ പുറകെ എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റും. ചിലപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ ചിലർക്ക് അവരുടെ കാര്യം നോക്കേണ്ടി വരും, അവർ കുറച്ചും കൂടി സ്ലോ ആവും. പക്ഷെ മറ്റു ചിലരുണ്ടല്ലോ, അവർക്ക് അവരെയും അവരുടെ ചുറ്റുമുള്ളവരെയും നോക്കി അതിൻ്റെ ഒപ്പം മാത്രമേ സ്വപ്നങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ആ കാറ്റഗറിയിൽ പറഞ്ഞ, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആവായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ എത്തൂല എന്നല്ല. ജയിച്ചവരുടെ കാര്യം മാത്രമേ ലോകം എപ്പോഴും പറയുള്ളൂ കേട്ടോ. അത് അർത്ഥം എന്നെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിക്കാതിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ ശ്വാസം ഉള്ളിടത്തോളം ഇതിനായിട്ട് ശ്രമിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന അഭിനയിക്കുമ്പോഴാണ്. ഞാൻ ജീവിക്കുന്ന തോന്നൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് അഭിനയിക്കുമ്പോഴാണ്. ഞാൻ ഒരു ദിവസം എത്തൂടാ, എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു ദിവസം എത്തും. പിന്നെ നിൻ്റെ ഫോണിൽ ഇപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന സിനിമ നടന്നല്ലേ, അതൊരു ദിവസം സിനിമ നടനാവും. എടാ എനിക്ക് ഒരു ട്രിപ്പ് വന്നിട്ടേ, എന്നാ വിളിക്കാം. ആടാ ശരി ശരി.